ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് കുറഞ്ഞ ചില ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളയണം. ഈ പൈനാപ്പിൾ ആയത് കാരണം നല്ലോണം തോല് പോയിട്ടില്ലെങ്കിലും നമുക്ക് ചൊറിയൊന്നുമില്ല. സാധാരണ നമ്മുടെ തൊടുവിലും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന പൈനാപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊലി കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിത് കഷ്ണങ്ങളാക്കണം. അപ്പോൾ അതിൻ്റെ ആ നടുവത്തെ പീസ് ഉണ്ടാവില്ലേ, അതെടുത്ത് കളഞ്ഞിട്ട് നമുക്കിതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്ക് ജാറിലേക്ക് ഇടാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കതിൽ പഞ്ചസാര ആവശ്യത്തിന്, നമ്മൾ എത്രയാണോ മധുരം ഇടാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക തൊലിച്ചിട്ടിട്ട് കൊടുക്കണം. ഏലക്ക അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ചില ജാറിൽ ഇതിൽ കുറച്ച് ഇപ്പം അരയാനായിട്ട് മടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ തൊലിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വലിയൊരു അരിപ്പ വെച്ചിട്ട് നമ്മളിത് അരിക്കുക. ഇതിൽ അത്ര വേസ്റ്റൊന്നുമില്ല എങ്കിൽ കൂടി അരിച്ചെടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ തൊലി നല്ലോണം കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ കാപ്പി കളറിലുള്ള ഇത് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. കണ്ടില്ല, ഇത്ര ചെറിയ വേസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ നല്ലോണം പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസിൽ നല്ലൊരു പത ഉണ്ടാവും, പതയായിട്ട് നിൽക്കും. അല്ലെങ്കിൽ അത്ര പത ഉണ്ടാവില്ല കേട്ടോ. അതിങ്ങനെ പ്രസ് ചെയ്ത് അമർത്തിയിട്ട് നമ്മൾ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ജ്യൂസ് കിട്ടും. നല്ല പതയായിട്ട് തന്നെ കിട്ടും. ഇപ്പം ഞാനിതൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ നോക്കാം, ഇതിൻ്റെ കട്ടി എത്ര ഉണ്ടെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതിലൊന്ന് മുക്കി നോക്കിയാൽ മതി. കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ജ്യൂസ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഹെൽത്തിയായ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ അഗൈൻ.